29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ സ്പിരിറ്റ് ഓഫ് ദ സിനിമ അവാർഡ് സംവിധായിക പായൽ കപാടിക്ക് സമ്മാനിക്കും. പായൽ കപാടി ആരാണെന്ന് പ്രേക്ഷകർക്ക് പറയേണ്ടതില്ല. കാരണം നമ്മുടെയൊക്കെ അഭിമാനമായ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം, പ്രഭയായി നനയിച്ചതെല്ലാം എന്ന ചിത്രം, ആ ചിത്രത്തിന്റെ സംവിധായികയാണ് പായൽ കപാടിയ. 2 ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻസ് നേടിയ ചിത്രം കൂടിയാണ് എന്നറിയുക. അപ്പോൾ അതിന്റെ സംവിധായകൻ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു, IFFKയിൽ പങ്കെടുക്കുന്നു, ഇന്ന് അവാർഡ് വാങ്ങാൻ വരുന്നു. ഇതൊക്കെയാണ് പ്രത്യേകത. എന്തായാലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകാതെയാണ് ഇത്തവണ ഈ ചലച്ചിത്രമേള IFFK പൂർത്തിയാകുന്നത് എന്നതും ശ്രദ്ധേയം. തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 8 ദിവസം നീണ്ടുനിന്ന സിനിമയുടെ ഉത്സവത്തിന് ഇന്ന് സമാപനം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പരാതികൾ കുറവായിരുന്ന ചലച്ചിത്രമേള എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. വിഖ്യാത സംവിധായിക ആൻ ഹുയി, ഇന്ത്യൻ ചലച്ചിത്ര ഇതിഹാസം ഷബാന ആസ്മി തുടങ്ങിയവരെ മേളയുടെ ഭാഗമാക്കാനായതും നേട്ടം. ഇന്ന് വൈകുന്നേരം 6-ന് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുവർണ ചകോരം, രജത ചകോരം, KR മോഹനൻ എൻഡോമെന്റ്, ഫിപ്രസി, നെറ്റ്പാക് പുരസ്കാരങ്ങൾ എന്നിവയും വിതരണം ചെയ്യും. അർമേനിയൻ ചലച്ചിത്ര ലോകത്തിന് ആദരവർപ്പിച്ച ഇത്തവണത്തെ മേളയിൽ അർമേനിയൻ സംവിധായകരായ സെർജി അവേദികൻ, നോറ അർമാനി എന്നിവരെ ആദരിക്കും. പോളിംഗിലൂടെ തെരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരവും സമ്മാനിക്കും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് 20 ലക്ഷം രൂപയും, രജത ചകോരത്തിന് അർഹമാവുന്ന ചിത്രത്തിന്റെ സംവിധായകന് 4 ലക്ഷം രൂപയും ലഭിക്കും. സമാപന ചടങ്ങിന്റെ ഭാഗമായി സുവർണ ചകോരം നേടിയ ചിത്രം നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. 24 തിരുവനന്തപുരം.